അങ്ങനെ ഞങ്ങൾ പമ്പിലെത്തി പെട്രോൾ അടിച്ചൊന്ന് ഫ്രഷായി ഞങ്ങളുടെ യാത്ര വീണ്ടും അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഇത്ര നേരം ഉള്ളിലിരുന്നിട്ട് ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്ത് ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൂചി കുത്തണ പോലെയായിരുന്നു തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഒന്ന് റീഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടാണ്. ഈ സൈഡിൽ കാണുന്നത് കൊക്കയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയം ആയതുകൊണ്ടാണ് ഇതൊന്നും അറിയില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയില്ലല്ലോ, നമ്മൾ വന്നത് വേറെ വഴിക്കാണ്, പോയത് മാത്രമേ വഴിയിലുള്ളൂ. ഇവിടെ നമ്മുടെ പാരീസിലോട്ടുള്ള ബോർഡുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ട് ഒരു 300 കിലോമീറ്റർ മുകളിലാണ് കാണിക്കുന്നത്. നമുക്ക് എത്താനായിട്ട് എന്തായാലും സമയം എടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ടുള്ള ഒരു പോക്കല്ലോ, അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ പോകണം. അതുകൊണ്ട് സമയം നമ്മൾ എന്തായാലും ആവുന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. നേരം വെളുത്ത് തന്നെ നേരമായതുകൊണ്ടാണെന്ന് അറിയില്ല, വലിയൊരു ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ പക്ഷേ ട്രാഫിക്കായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഇങ്ങനെ മൂടി കിടന്നുകൊണ്ട് മഞ്ഞൊക്കെ മഞ്ഞൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ഒരുക്കി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴ നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. വലിയ ചൂടൊക്കെ കഴിഞ്ഞ് വരുന്ന സീസണിലല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നല്ല മഴയൊക്കെ കണ്ടു നിന്നൊരു ഫീലായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ വീണ്ടും യാത്ര വീണ്ടും തുടങ്ങി. അങ്ങനെ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ കണ്ടു. അതിങ്ങനെ ഞാനിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവം ഞാൻ കാണുന്നത് കേട്ടോ. ഇത്രയും വലിയതാണ് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഏരിയ മുഴുവൻ അങ്ങനെ കാറ്റാടി യന്ത്രങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പശുക്കളെ മേയ്ക്കാനായിട്ട് വിട്ടിട്ടുള്ളതും അതും കാണുമ്പോൾ ഇങ്ങനെ പച്ച പിടിച്ചൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പശുക്കൾ ഫുള്ള് ഇങ്ങനെ നല്ല വെള്ള പശുക്കൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ പോയി പെട്രോൾ പമ്പിലെത്തി വീണ്ടും അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇവനെടുത്ത് അങ്ങനെ കിലോമീറ്ററുകളും സമയമൊക്കെ കുറഞ്ഞ് വന്ന് നമ്മൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്താറായിട്ടോ. നമ്മുടെ ഐഫിൽ ടവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വണ്ടി ഒരുക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളതിന് മുന്നിലെത്തിയിരിക്കുന്നു. ഇനി അടുത്ത വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.